ക്വാണ്ടം മെക്കാനിക്സ് ഭൗതികശാസ്ത്രത്തിന്റെ അദ്ഭുതലോകം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും രോമാഞ്ചകരവും ദുരൂഹവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്, ക്വാണ്ടം മെക്കാനിക്സ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു എന്ന് ഇന്ന് വ്യക്തമാകും. ആദ്യമൊരു ചോദ്യം. ഒരു നാണയമുയർത്തി വായുവിൽ ട്രിക്ക് ചെയ്യുമ്പോൾ അത് മേശപ്പുറത്ത് വീഴും വരെ ഹെഡാണോ ടെയിലാണോ എന്ന് നമുക്കറിയില്ല. ശരിയാണ്. പക്ഷേ ക്വാണ്ടം ലോകത്ത് ഒരു കണിക, ഒരു ഇലക്ട്രോൺ ഒരേ സമയം ഹെഡും ടെയിലുമായിരിക്കും. ഇത് തമാശയല്ല, ഇതാണ് ക്വാണ്ടം ഭൗതികശാസ്ത്രം. ക്വാണ്ടം മെക്കാനിക്സ് എന്നാൽ എന്ത്? ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടായത് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ്. ആ കാലഘട്ടം വരെ ഭൗതികശാസ്ത്രജ്ഞർ ന്യൂട്ടന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഒരു ബോൾ എറിഞ്ഞാൽ അതെവിടെ വീഴും എന്ന് കൃത്യമായി കണക്കുകൂട്ടാം. ഒരു ഗ്രഹം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കും, ഇത് നമുക്കൊക്കെ പ്രവചിക്കാം. പക്ഷേ ആ ലോകത്ത് ഒരു പ്രതിസന്ധിയുണ്ടായി. ആണ്വിക തലത്തിൽ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഫോട്ടോൺ തുടങ്ങിയ അതിസൂക്ഷ്മ കണികകളുടെ ലോകത്ത് ന്യൂട്ടന്റെ നിയമങ്ങൾ തകർന്നു. ആ കണികകൾ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പെരുമാറി. അവ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിലുണ്ടായിരിക്കും. ഒരു മതിൽ കടക്കും, ദൂരെയുള്ള മറ്റൊരു കണികയോട് നൊടിയിടയ്ക്ക് സംസാരിക്കും. ഇതൊക്കെ ആദ്യം ശാസ്ത്രജ്ഞർക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ ക്വാണ്ടം ലോകത്തിലെ ചില ആശയങ്ങൾ കണ്ട് ദൈവം ലോകത്തോടൊപ്പം ചൂതാട്ടം നടത്തുന്നില്ല എന്നു പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇന്ന്, ഒരു നൂറ്റാണ്ടിനു ശേഷം, ക്വാണ്ടം ഭൗതികശാസ്ത്രം ശരിയാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ക്വാണ്ടം ലോകത്തിലെ 3 അദ്ഭുതങ്ങൾ. ഒന്നാമത്തേത് സൂപ്പർപൊസിഷൻ. ക്വാണ്ടം ലോകത്ത് ഒരു കണിക ഒരേ സമയം ഒന്നിലധികം അവസ്ഥകളിലുണ്ടാകാം. ഒരു ക്ലാസിക്കൽ കമ്പ്യൂട്ടറിലെ ബിറ്റ് 1 or 0 ആയിരിക്കും. പക്ഷേ ഒരു ക്വാണ്ടം ബിറ്റ്, ഇതിനെ ക്യൂബിറ്റ് എന്ന് വിളിക്കുന്നു, ഒരേ സമയം 1 or 0 ഇത് കമ്പ്യൂട്ടർ ശക്തി എസ്ട്രോണമിക്കലി വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തേത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്. 2 കണികകൾ ഒരിക്കൽ ഒന്നിച്ചിരുന്നവ തമ്മിൽ ദൂരെ ആനയിക്കപ്പെട്ടാലും ഒന്നിനെ ബാധിക്കുന്ന കാര്യം ഉടനടി മറ്റൊന്നിനെ ബാധിക്കും. ഐൻസ്റ്റൈൻ ഇതിനെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ്, അതായത് ദൂരത്തു നിന്നുള്ള അദ്ഭുതകരമായ പ്രവർത്തനം എന്ന് വിളിച്ചു. ഇന്നിത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷന്റെ അടിസ്ഥാനമാണ്. മൂന്നാമത്തേത് ക്വാണ്ടം ടണലിംഗ്. ഒരു ബോളും ഒരു മതിലുമുണ്ടെന്ന് കരുതുക. ക്ലാസിക്കൽ ഭൗതികശാസ്ത്രമനുസരിച്ച് ബോളിന് കൂടുതൽ ഊർജ്ജമില്ലെങ്കിൽ മതിൽ കടക്കാൻ കഴിയില്ല. ക്വാണ്ടം ലോകത്ത് ഒരു കണിക ആ മതിൽ കടക്കാം, ഒരു ടണൽ ഉപയോഗിക്കുന്നതുപോലെ. ഇന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ട്രാൻസിസ്റ്ററുകൾ ഈ ടണലിംഗ് ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഭവിഷ്യത്തിന്റെ കമ്പ്യൂട്ടർ. ഇനി ക്വാണ്ടം ടെക്നോളജിയുടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗത്തേക്ക് വരാം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഒരു സാധാരണ കമ്പ്യൂട്ടർ ഒരു ചതുരക്കടം ഒരു വഴി ഒരേ സമയം ഒരൊറ്റ വഴി കണ്ടുപിടിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടർ സൂപ്പർപൊസിഷന്റെ ശക്തി ഉപയോഗിച്ച് ഒരേ സമയം 1,00,000 വഴികൾ ഒരുമിച്ചു പരിശോധിക്കും. ഇതിനെ പാരലൽ പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. പക്ഷേ ഇതൊരു സ്ഥിരം കമ്പ്യൂട്ടറിന്റെ പാരലൽ പ്രോസസ്സിംഗ് ഒന്നുമല്ല. ഇത് 1,00,000 ഇരട്ടി ശക്തി ഒരൊറ്റ മെഷീനിൽ. ഗൂഗിൾ, IBM, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ ഭീമൻ കമ്പനികൾ ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുന്നു. IBM ഇതിനകം 1000-ലധികം ക്യൂബിറ്റുള്ള ഒരു ക്വാണ്ടം പ്രോസസ്സർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൂഗിൾ 2029 ആകുന്നതിനു മുൻപ് പൂർണ്ണ എറർ കറക്ഷനോടുകൂടിയ ക്വാണ്ടം കമ്പ്യൂട്ടർ ഇന്ത്യയിലുണ്ടാക്കണമെന്നാണ് ലക്ഷ്യമിടുന്നത്. ക്വാണ്ടം ടെക്നോളജി മാർക്കറ്റ് 2024-ൽ $1.32 ബില്യൺ ആയിരുന്നത് 2034 ആകുമ്പോൾ $9.65 ബില്യൺ ആകുമെന്ന് കണക്കുകൂട്ടുന്നു. ക്വാണ്ടം ടെക്നോളജിയുടെ ഉപയോഗങ്ങൾ. ഇനി ക്വാണ്ടം ഭൗതികശാസ്ത്രം ഭൗതിക ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. 1. ഔഷധ കണ്ടുപിടുത്തം. ഒരു പുതിയ ഡ്രഗ് ഉണ്ടാക്കാൻ ഇന്ന് 10 മുതൽ 15 വർഷം വരെ സമയമാകും. ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മോളിക്യൂൾസിന്റെ ബിഹേവിയർ ലക്ഷക്കണക്കിന് കോമ്പിനേഷനുകളിൽ സിമുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഡ്രഗ് മോളിക്യുലാർ സ്ട്രക്ചർ ദ്രുതഗതിയിൽ കണ്ടുപിടിക്കാം. ക്യാൻസറും അൽഷിമേഴ്സുമൊക്കെ ഇങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി ചികിത്സിക്കാനുള്ള ഡ്രഗ് ഉണ്ടാകും. 2. ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, അഭേദ്യമായ ആശയവിനിമയം. ഇന്ന് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാക്ക് ചെയ്യാൻ കഴിയും. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനിൽ ആരെങ്കിലും മെസ്സേജ് വായിക്കാൻ ശ്രമിച്ചാൽ ഉടനടി ആ മെസ്സേജിന്റെ ക്വാണ്ടം സ്റ്റേറ്റ് മാറിപ്പോകും. സെൻഡറും റിസീവറും ഉടനെ അറിയും, മെസ്സേജ് കോംപ്രമൈസ് ആയി. ഇത് ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ, KQD ആണ്. ബാങ്കിംഗ്, ദേശീയ സുരക്ഷ, മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഈ ടെക്നോളജി ഉപയോഗിച്ച് സംരക്ഷിക്കാം. 3. ക്ലൈമറ്റ് ചേഞ്ചും എനർജിയും.
ഭൂമിക്ക് ഏറ്റവും ഫലപ്രദമായ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ് സിമുലേറ്റ് ചെയ്യണം. ഇതൊരു ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് ഏതാണ്ട് ഇംപോസിബിളാണ്. ക്വാണ്ടം കമ്പ്യൂട്ടർ ഇത് ചെയ്ത് കൃഷി കൂടുതൽ ഫലപ്രദമാക്കി ലോകത്ത് ഭക്ഷ്യക്ഷാമം കുറയ്ക്കാൻ സഹായിക്കും. ബാറ്ററി ടെക്നോളജി മെച്ചപ്പെടുത്തി ഇലക്ട്രിക് വെഹിക്കിൾസും സോളാർ പാനൽസും കൂടുതൽ എഫിഷ്യന്റാക്കും. 4. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എഐയും എംഎല്ലും എക്സ്പൊണൻഷ്യലി ശക്തമാക്കും. വെതർ പ്രിഡിക്ഷൻ കൂടുതൽ ആക്യുറേറ്റ് ആകും. ഫൈനാൻഷ്യൽ മാർക്കറ്റ്സും അനലൈസ് ചെയ്യാൻ കഴിയും. എഐ മോഡൽ ട്രെയിനിങ്ങിന്റെ എനർജി കൺസംഷൻ കുറയ്ക്കാൻ ക്വാണ്ടം ക്ലാസിക്കൽ ഹൈബ്രിഡ് കമ്പ്യൂട്ടിംഗ് സഹായിക്കും. 5. ക്വാണ്ടം സെൻസേഴ്സ്. ഇന്നുള്ള സെൻസേഴ്സും മെഷറിംഗ് ടൂൾസുമൊക്കെ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാൽ ലക്ഷക്കണക്കിന് ഇരട്ടി ആക്യുറേറ്റ് ആകും. ബ്രെയിൻ സ്കാനിംഗ്, എർത്ത്ക്വേക്ക് ഡിറ്റക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ, GPS പ്രിസിഷൻ ഇവയൊക്കെ റെവല്യൂഷനൈസ് ആകും. ഇന്ത്യയും ക്വാണ്ടം ഭാവിയും. ഇന്ത്യ ഈ ക്വാണ്ടം റേസിൽ ഒട്ടും പിന്നിലല്ല. ഇന്ത്യ നാഷണൽ ക്വാണ്ടം മിഷൻ 2023 ആരംഭിച്ചു. 6000 കോടി രൂപ ഈ ദൗത്യത്തിനായി നീക്കിവച്ചിരിക്കുന്നു. 2031 ആകുമ്പോൾ 50 ക്യൂബിറ്റുള്ള ക്വാണ്ടം കമ്പ്യൂട്ടർ ഇന്ത്യയിലുണ്ടാകണമെന്നാണ് ലക്ഷ്യമിടുന്നത്. IITകളും ഇസ്രോയും DRDOയും ഒക്കെ ഈ ദിശയിൽ ഗവേഷണം ചെയ്യുന്നു. ക്വാണ്ടം ടെക്നോളജിയുടെ വെല്ലുവിളികൾ. ഇത്ര ശക്തമായ ഒരു ടെക്നോളജിക്ക് വെല്ലുവിളികളുമുണ്ട്. ആദ്യം, ക്യൂബിറ്റ്സും അതിസൂക്ഷ്മലോകത്ത് ജോലി ചെയ്യുന്നവ. ഒരു ചെറിയ വൈബ്രേഷൻ, ഒരു അണുവിന്റെ ചൂട്, ഇവ ക്യൂബിറ്റ്സും ഡീസ്റ്റെബിലൈസ് ചെയ്യും. ഇതിനെ ഡീകൊഹെറൻസ് എന്ന് വിളിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടർ ആബ്സല്യൂട്ട് സീറോയും ടെമ്പറേച്ചറും നിയർ 1 ഡിഗ്രി കെൽവിനും അടുത്ത് ഓടിക്കണം. ഇത് നമ്മുടെ കൈകളിലുള്ള ലാപ്ടോപ്പും ഒന്നാകാൻ ഇനിയും ഒരുപാട് ദൂരമുണ്ട്. രണ്ടാമത്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗും ഇന്നുള്ള എൻക്രിപ്ഷൻ സിസ്റ്റംസും ബ്രേക്ക് ചെയ്യും. RSA എൻക്രിപ്ഷൻ, ഇന്ന് ഇന്റർനെറ്റ് സെക്യൂരിറ്റിയുടെ ഫൗണ്ടേഷൻ, ക്വാണ്ടം കമ്പ്യൂട്ടർ ഒരിക്കൽ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് പോസ്റ്റ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, അതായത് ക്വാണ്ടം റെസിസ്റ്റന്റ് സെക്യൂരിറ്റി സിസ്റ്റംസ് ഇപ്പോഴേ ഡെവലപ്പ് ചെയ്യണം. US നാഷണൽ സെക്യൂരിറ്റി ഏജൻസി ഇതിനകം ഇതിൽ വർക്ക് ചെയ്യുന്നു. ക്വാണ്ടം ഭൗതികശാസ്ത്രം, ദർശനവും ചോദ്യങ്ങളും. ക്വാണ്ടം ഭൗതികശാസ്ത്രം ടെക്നോളജിയും മാത്രമല്ല, ഇതൊരു ഫിലസോഫിക്കൽ റെവല്യൂഷനുമാണ്. ഒരു ഇലക്ട്രോണും ഒരേ സമയം ഒന്നിലധികം ഇടങ്ങളിലുണ്ടാകും. ഒരു പാർട്ടിക്കിളും ഒരേ സമയം ഒന്നിലധികം ഡിറക്ഷനുകളിൽ സ്പിന്ന് ചെയ്യും. ഒരു പാർട്ടിക്കിൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റും കൊളാപ്സ് ആകും. അതായത് ഒബ്സർവേഷൻ ഇറ്റ്സെൽഫ് റിയാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതൊരു കൗതുകകരമായ ചോദ്യം ഉന്നയിക്കുന്നു. റിയാലിറ്റി ഉള്ളത് ഒബ്സർവബിൾ ആകുന്നതുകൊണ്ടാണോ, അതോ ഒബ്സർവേഷന് ഇൻഡിപെൻഡന്റായി റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ചുരുക്കം, ക്വാണ്ടം ഭൗതികശാസ്ത്രം ഇന്ന് ലാബിലിറങ്ങി ലോകത്തിലേക്ക് വരുന്നു. ഒരു നൂറ്റാണ്ടിന്റെ ഗവേഷണം ഇന്ന് കോൺക്രീറ്റ് റിസൾട്ടുകൾ കൊടുക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയായി ആചരിക്കുന്നു. ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്ത് 100 വർഷമാകുന്ന ഈ ദശകത്തിൽ മെഡിക്കൽ ബ്രേക്ക് ത്രൂസ്, അൺഹാക്കബിൾ കമ്മ്യൂണിക്കേഷൻ, മോർ പവർഫുൾ AI, ക്ലൈമറ്റ് സൊല്യൂഷൻസ്, പ്രിസിഷൻ സെൻസേഴ്സ് ഇവയൊക്കെ ക്വാണ്ടം ടെക്നോളജി ത്രൂ ആകും. ക്വാണ്ടം റെവല്യൂഷൻ ഇനിയൊരു ഭാവി സ്വപ്നമല്ല, ഇത് ഇപ്പോൾ, ഇന്ന് നടക്കുകയാണ്. നന്ദി. ഈ വിഷയം കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്, ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്നീ കീവേഡ്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യൂ. ശാസ്ത്രം മനസ്സിലാക്കുന്നതിൽ ഒരുതരം മാജിക് ഉണ്ട്. ക്വാണ്ടം ലോകത്ത് ആ മാജിക്കും ഇരട്ടിക്കുന്നു.